CPM നേതാവ് KJ ഷൈനു നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ യൂട്യൂബറും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന KM ഷാജഹാന് കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ഉയരുന്നത് പോലീസിൽ ചില കേസുകളിൽ നടക്കുന്ന അമിതാവേശം. എറണാകുളം CJM കോടതിയാണ് ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. 25,000 രൂപയുടെ രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലാണ് ഷാജഹാനെ വിട്ടയച്ചിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണം, സമാന കുറ്റകൃത്യം ചെയ്യരുത്, തെളിവ് നശിപ്പിക്കരുത് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളാണ് ജാമ്യ ഉത്തരവിലുള്ളത്. അതിനിടെ ഷാജഹാൻ പങ്കുവച്ചെന്ന് പറയുന്ന അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം കണ്ടെത്താനായി പോലീസ് ഫേസ്ബുക്ക് മാതൃസ്ഥാപനമായ മെറ്റയോട് വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ അവർ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്റർപോൾ മുഖേന ഇടപെടാൻ സംസ്ഥാന പോലീസ് മേധാവി സർക്കാർ അനുമതി തേടിയിരുന്നു. പല കൊടും കുറ്റവാളികളും സുഖജീവിതം നയിക്കുമ്പോഴാണ് ഷാജഹാനെ വേട്ടയാടാൻ ഇതെല്ലാം പോലീസ് ചെയ്യുന്നത്. അതിനിടെ ലൈംഗിക കേസുകളിലും മറ്റും ഇരകൾക്ക് വേണ്ടി പോരാടിയ ആളാണ് താനെന്നും ഭീഷണിപ്പെടുത്തി വീഴ്ത്താമെന്ന് ആരും കരുതേണ്ടെന്നും KM ഷാജഹാൻ പ്രതികരിച്ചു. വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കാൻ ഭരണകൂടം ശ്രമിച്ചു. തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും അധിക്ഷേപിച്ചിട്ടില്ല. VS അച്യുതാനന്ദന്റെ കൂടെ നിന്ന് ഇത്തരം പോരാട്ടങ്ങൾ നടത്തിയ ആളാണ്. 300ഓളം ഭീഷണി കോളുകളാണ് തനിക്ക് വന്നത്. 2000 വീഡിയോകൾ യൂട്യൂബിൽ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പരാതി വരുന്നത്. തന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. കിളിരൂർ കേസിലടക്കം ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും ജാമ്യം നേടിയ ശേഷം കോടതിക്ക് പുറത്തെത്തിയ ഷാജഹാൻ പ്രതികരിച്ചു. നേരത്തെ ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് സല്യൂട്ടെന്ന് CPM നേതാവ് KJ ഷൈൻ പ്രതികരിച്ചിരുന്നു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായതിൽ സന്തോഷം. പൊതു ഇടത്തിലെ മാലിന്യം ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഒളിഞ്ഞിരുന്ന് മാലിന്യം എറിയുന്നവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഷാജഹാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. പോരാട്ടം തുടരും. സർക്കാരിന് നന്ദി. ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഷൈൻ പ്രതികരിച്ചു. എന്നാൽ കോടതിയിൽ നിന്നും ഷാജഹാന് കിട്ടിയ ജാമ്യം കേസിന്റെ തുടർ നടപടികളിൽ നിർണായകമാകും. ഷാജഹാന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തി. തിരുവനന്തപുരം ചെറുവയ്ക്കലിലുള്ള വീട്ടിലാണ് എറണാകുളം സൈബർ പോലീസ് സംഘം എത്തിയത്. ഷാജഹാന്റെ മകന്റെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഫോൺ തുടങ്ങിയവ പിടിച്ചെടുത്തു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി.